അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, നിന്റെ മോദി വരുമോ നിന്നെ രക്ഷിക്കാനെന്ന് ചോദിച്ചു ഒരു സ്ത്രീയോട്. അപ്പം ആലോചിച്ച് നോക്ക്, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ രാജ്യത്തിനോടായിരിക്കും, അവിടുത്തെ പ്രധാനമന്ത്രി ആരേതൊന്നുമില്ല. എന്തേ ഓൺലി ഫോർ ദ അറ്റാക്ക് അഗെയിൻസ്റ്റ് ദ മോദി. കാരണം ഹീസ് സോ പവർഫുൾ എന്നുള്ളത് യുവമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പവർ കൊണ്ടാണ് ഇന്ന് ആ ബോർഡറിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. കാരണം അവിടുന്ന് ഒരു ഉണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 100 അങ്ങോട്ട് പോകും. ഇപ്പം ബോർഡറിൽ എൻകൗണ്ടേഴ്സ് ഇല്ലല്ലോ. 10 വർഷമായിട്ട് നിങ്ങൾ ഓക്കെ ബോർഡറിൽ വല്ലപ്പോഴും കേൾക്കുമായിരിക്കും, അത് എല്ലോ സ്റ്റേറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും പവർഫുള്ളായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ പലതും നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രുക്കൾ അവരുടെ കൂടെ കൈ കോർത്തിരിക്കുന്നു. ആ കോർക്കലിൻ്റെയാണ്. അല്ലെങ്കിൽ ഹിന്ദു ആരെന്ന് ചോദിച്ചിട്ട് അവിടെ ഒരുത്തൻ ഈ ശബ്ദം പുറത്തേക്ക് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഇതെന്തിനാണ് ചെയ്ത്, അവന് വന്നിട്ടങ്ങ് സ്പ്രേ അടിച്ചിട്ടങ്ങ് പോയാൽ പോരായിരുന്നു. വൈ ഹി ടുക്ക് സോ മച്ച് ഓഫ് ടൈം ടു കൺവേ ദിസ് മെസ്സേജ്. ആൾക്കാർ കേൾക്കണം. ഹിന്ദു ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവന്മാർ വെടിവെച്ചു എന്നുള്ളത്. അപ്പം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം തമ്മിൽ ഫ്രിക്ഷനായി. ഓ അത് ശരി, മുസ്ലിംസ് അവിടെ വന്നിട്ട് ഹിന്ദുക്കളെ മാത്രം നോക്കി വെടിവെച്ചു. എന്തിനാണത് ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ സമാനത്തിൽ ജീവിക്കുന്നവരെ അടിക്കാൻ, അതാണ് ഞാൻ പറയുക. അവിടുത്തെ ചെറിയൊരു ബോംബിൻ്റെ അലകൾ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ആ ചിന്തയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ ന്യൂസും ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ ചിന്തിക്കാൻ തുടങ്ങിയൊരു കാര്യമാണത്. എന്തിനായിരുന്നു അത്? രണ്ടാമത്തെ, നീ മോദിയോട് പോയി പറ. എന്തിനാ മോദിയോട് പോയി പറയാമെന്ന് പറയുന്നത്? എന്തേ അവർ നിങ്ങളുടെ ഗവൺമെൻറ് അടുത്ത് പോയി പറയാമെന്ന് പറയാൻ എന്താ? നിങ്ങൾ മോദിയോട് പറ. അപ്പോൾ മോദി ഈസ് എ ടാർഗറ്റ്. ഇങ്ങനെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്റർ സിറ്റിംഗ് ദ, സോ ഡെഫിനറ്റ്ലി they are trying to attack through, because you cannot touch Modi through their security. അപ്പം you are touching the innocent people and conveying, that will hurt Modi. എൻ്റെ ആളുകൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അതിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ, നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പലതും കാണുമായിരിക്കും. പക്ഷേ ഹീ ഈസ് കൺസേൺഡ്. അല്ലെങ്കിൽ സൗദി വിസിറ്റും ക്യാൻസൽ ചെയ്ത് നേരെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ഇവിടെ പണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ത്യ ചൈന വാർ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ശ്രീലങ്കയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. അതല്ല ഇത്. എൻ്റെ രാജ്യത്തൊരു പ്രശ്നം വരുന്ന സമയത്ത്, അത് വാർ പോലും അല്ല, ഇൻറ്റേർണൽ പ്രശ്നം വന്ന സമയത്ത് പോലും എല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്തി. അതാണ് ആ മനുഷ്യൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റാക്ക് ഈസ് ഓൺ മോദി. മോദി ഷുഡ് കം ഡൗൺ സോ ദാറ്റ് എനിക്ക് അവിടെ കയറിയിരിക്കാം. ഇതിനു വേണ്ടി കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കില്ലേ. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഒരു റെപ്രക്കഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്തുള്ള, ഞാനല്ല പറയും, ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗണ്ട അടിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ആൻറ്റി ഇന്ത്യൻ ഫോഴ്സസിനെ നമ്മളെങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ആൻറ്റി ഇന്ത്യൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നല്ല, മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അവിടെ കുറേ ആൾക്കാരുമായിട്ട് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ മോദിയിൽ നിന്ന് പിടിച്ചത് താഴത്തേക്കിറക്ക്, ഇത് പറയുന്നതാണ് വിത്ത് ഡയലോഗ്. അതിനുശേഷം ഞങ്ങളെ പിടിച്ച പവറിൽ കയറ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ത്യക്കാരനാണ്, അത് അവിടെ പോയിരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇവിടുത്തെ എത്രയോ ജേർണലിസ്റ്റുകൾ, ഒരു ലേഡി ജേർണലിസ്റ്റ് എന്നും പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഈ എന്നിട്ട് പത്മശ്രീ വാങ്ങിച്ചിട്ട് പോയില്ലേ ആ ലേഡി ജേർണലിസ്റ്റ്? അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള രാജ്യത്തിലാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ നമ്മുടെ നരേന്ദ്രമോദിജി പാകിസ്ഥാനിൽ ചങ്കൂറ്റത്ത് പോയിട്ട് ഫ്ലൈറ്റും കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രൈം മിനിസ്റ്ററുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ല എന്താ കല്യാണത്തിന് എവിടെ പോയിട്ട് മൂപ്പര് വിഷൻ ചെയ്തിട്ട് പോകുന്നു. അതിൽ ചങ്കൂറ്റുണ്ടെന്ന് ഇന്നത്തെ പ്രൈം മിനിസ്റ്റർക്ക്. അല്ലെങ്കിൽ നോ ഫ്ലൈ സോണാണ് പാകിസ്ഥാൻ്റെ മോഡ് കൂടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സിന്. അവിടെയാണ് ഇന്ത്യൻ ഫ്ലൈറ്റ് പ്രൈം മിനിസ്റ്ററുടെ ഫ്ലൈറ്റും കൊണ്ടാണ് ഇറക്കിയത്. ആ ചങ്കൂറ്റുള്ള ആളെ നിങ്ങളിങ്ങനെ ഈ ഉമ്മാക്കി കാണിച്ചിട്ട് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് കൊണ്ടൊക്കെ നിങ്ങൾക്ക് താഴ്ത്ത് വീഴ്ത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദാറ്റ് മീൻസ് അവർ കൺട്രി ഈസ് പ്രോഗ്രസിങ്. നമ്മുടെ രാജ്യം പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാലാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ സമയത്ത് അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഫോളൻ, വി ഓൾ ഫോൾ. അവിടെയാണ് നിൽക്കേണ്ടത്. യെസ്,
വൈ ഡിഡ് യു സേ ലൈക്ക് ദാറ്റ് മീൻസ് ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു നിൻ്റെ. അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പണിയില്ല, നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി എത്ര പൈസ നമ്മൾ ചിലവാക്കണം? ഒരു റൈറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയാണ് ഡാമേജ് എന്നുള്ളത് നിങ്ങൾ ആ കൽക്കട്ട സ്ട്രീറ്റിൽ പോയി കാണും. ഇതൊക്കെ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊടുക്കണ്ടേ ഈ റൈറ്റിൽ നാശപ്പെട്ടിട്ടുള്ള വീടുകളെല്ലാം? അപ്പം ആ ഒരു ഇതിലാണ് ഐഡിയയിലാണ് ഇവന്മാർ വന്നിട്ട് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡയലോഗുകളുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദുവാർ മാറിക്ക് അവനെ വിളിക്കുന്നു, കൊല്ലുന്നു. മറ്റത് നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല, പോയിട്ട് മോദിയോട് പറ. എന്തിനാണ് മോദിജിയുടെ പേരെടുത്തിരിക്കുന്നത് അവിടെ? സോ വി ഗോട്ട് ടു അനലൈസ് ഓൾ ദിസ് തിങ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ഇന്നിപ്പോൾ ശത്രു എന്ന് പറയുന്നത് ബോർഡറിലല്ല, അത് ഡ്രഗിൻ്റെ രൂപത്തിൽ നമുക്ക് ബാംഗ്ലൂരും മദ്രാസിലും കേരളത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാരുടെ ആരോഗ്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ സപ്ലൈ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം പാകിസ്ഥാൻ. അത് പഞ്ചാബ് ബോർഡറിൽ കൂടെ വന്നിട്ട് പിന്നെ മണിപ്പൂരിൽ പോയിട്ട് റിഫൈൻ ചെയ്തിട്ട് അതിനെ ബർമ സൈഡിൽ കൂടെ അങ്ങോട്ടും പോകുന്നുണ്ട് ഫോറിൻ രാജ്യങ്ങളിലേക്ക്. ഇപ്പുറത്ത് വന്ന് ബാംഗ്ലൂർ വഴി വന്ന് കേരള വഴി ശ്രീലങ്കയിൽ പോയിട്ട് അതും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ കേരളത്തിനകത്ത് ഇത്രയും അധികം ഡ്രഗ്സിൻ്റെ ഡീൽ എങ്ങനെയാണ് നടക്കുന്നത്? പിന്നെ പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ ഓടി വരും ബാംഗ്ലൂർക്ക് രാത്രി പബ്ബുകളിലേക്ക്. എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സമയമായിരിക്കുന്നു. വെറുതെ നിങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, ഡ്രഗ് കഴിക്കരുത്, എന്ത് ബോധവൽക്കരണം? പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് ഇത് കർബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഒരു രീതിയിൽ ശത്രുക്കൾ ഓൾറെഡി അകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. ആ ഡ്രഗ്സിൻ്റെ കാര്യം ഇപ്പം നമ്മൾ കേരളത്തിൽ ഒന്ന് അലേർട്ടായി. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഭീകരമായിട്ടുള്ള ഇത് പെട്ടെന്ന് നിങ്ങൾ എക്സ്പോസ് ആയപ്പോഴത്തേക്കും വി ഓൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് അലേർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് കാച്ചിങ്. അപ്പോഴാണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. എന്നിട്ടോ അവിടെ ഇരുന്നു കൊണ്ടാണ് നീ പറയുന്നത് ഹിന്ദു ഏത് മുസ്ലിം എന്ന്. അധികം സ്റ്റേറ്റുകളെ ഇത് ബാധിക്കില്ല. 27 പുരുഷന്മാരെ തന്നെ ചൂസ് ചെയ്യാൻ എന്തായിരിക്കും കാര്യം? ബിക്കോസ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളത്. ഓക്കെ, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് പണ്ടുണ്ടായിരുന്നു കാശ്മീരിൽ. അവർ മിലിറ്റൻസ് പണ്ട് തുടക്കത്തിൽ അവർ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിക്കൊണ്ട് ഒരു വെടിവെച്ച് കൊല്ലുമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഹിന്ദു പണ്ഡിറ്റുകളുണ്ടായിരുന്നു. ഈ പണ്ഡിറ്റുകൾ അവിടുന്ന് പലായനം ചെയ്യുന്നതിൽ പല പണ്ഡിറ്റുകളെയും അവിടുത്തെ മുസ്ലിം ഫാമിലീസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരുടെ കൂടെ തന്നെ താമസിപ്പിക്കും. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇവന്മാർ ഈ ഡ്രസ്സ് പൊക്കി നോക്കിയിട്ട് കൊന്നിരുന്നു ഹിന്ദുക്കളെ. പിന്നെയാണ് പണ്ഡിറ്റുമാരെ അവിടുന്ന് ഓടാൻ തുടങ്ങിയത്, രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കംപ്ലീറ്റ് പണ്ഡിറ്റുമാരെ അവിടുന്ന് ഓടിച്ചു. ഓടിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ചെക്കിംഗ് ഇല്ല. കാരണം ഇപ്പം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുസ്ലിംസാണ്. അങ്ങനെ അവരെ എവിടെയും കേട്ട് കൊല്ലുന്നുമില്ല. പക്ഷേ വല്ല ഇൻഫോമേഴ്സോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് റാൻഡം പോയിട്ട് കൊല്ലുക, സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൊല്ലുക, റോഡിൽ കൂടെ പോകുന്നവരെ കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുക, ഇതേ ഉള്ളൂ. അല്ല ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം അത് കറക്റ്റാണ് പിടിച്ചിരിക്കുന്നത്. കാരണം കാശ്മീർ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ആകാൻ പാടില്ല. ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ മിലിറ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വർഗത്തിന് അവിടെ വളക്കൂറില്ലാത്ത മണ്ണായിട്ട് മാറും. ജനങ്ങൾക്ക് പേടിയുണ്ടാവില്ല ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇൻഫോം ചെയ്യും. ഇവിടെ പോളിസി എന്താണ്? നമ്മുടെ പഞ്ചാബിൽ KPS ഗിൽ സാബ് DGP ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർഡർ എന്തായിരുന്നു? എങ്ങനെയാണ് പഞ്ചാബിലത്തെ മിലിറ്റൻസി കർബായിട്ട് പോയത്? അദ്ദേഹം ഓർഡർ ചെയ്തു. ഞങ്ങളൊക്കെ ചെന്നപ്പോഴുള്ള ഓർഡറാണ്, ഏക് ബന്ദൂക്ക് കിസിക്ക ഹാത്ത് മേ ഹേ, ഒരു തോക്ക് ആരുടെയെങ്കിലും കയ്യിലുണ്ട്, അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അടക്കം വെടിവെച്ചുകൊണ്ട് നിൽക്കുന്നു. മനസ്സിലായത് എന്തായിരുന്നു എന്നുള്ളത്? കാരണം നീ ഇത് ഇല്ലീഗലായിട്ടുള്ള വെപ്പണുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ കൂടെ 10 പേരുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഈ 10 പേര്. ഇത് 2-3 പ്രാവശ്യം ഈ എൻകൗണ്ടേഴ്സും കഴിഞ്ഞപ്പം പിന്നെ ഈ തോക്കുമായിട്ട് വരുന്നതിനെ നേരെ ഇവന്മാർ പോലീസിൽ വിളിച്ച് പറയും. അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ടെററിസം. അവർക്ക് നിൽക്കപ്പുറത്തില്ല. എവിടെ പോയി കഴിഞ്ഞാലും ഇൻഫർമേഷൻ കിട്ടുന്നു, പോലീസ് പിടിക്കുന്നു. അങ്ങനെയുള്ള DGP ഒക്കെയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ കാശ്മീരിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു.